ഫ്രണ്ട്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനാകൂ. അപ്പോൾ നമുക്കിന്ന് KSRൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ഡെഫിനിഷൻസ് ചർച്ച ചെയ്യാം. 1 മുതൽ 11 വരെയുള്ള റൂൾസായിരുന്നു നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത്. റൂൾ നമ്പർ 12 ചാപ്റ്റർ 2 നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ റൂൾ നമ്പർ 12 വേണ്ടി മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ 1 മുതൽ 37 വരെയുള്ള ഉപവകുപ്പുകളുടെ നിർവചനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തത് നോക്കാം. ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ്. എന്താണ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ്? ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ആൻ ഓഫീസർ ആൻഡ് ഹിസ് പേഴ്സണൽ ലഗേജ് ഇൻക്ലൂഡിംഗ് ചാർജസ് ഫോർ ഫെറി ആൻഡ് അതർ ടോൾസ് ആൻഡ് ഫോർ ക്യാരേജ് ഓഫ് ക്യാമ്പ് എക്വിപ്മെൻറ്റ്. അതായത് ഒരു ജീവനക്കാരന് യാത്ര ചെയ്യുന്നതിനുള്ള യഥാർത്ഥ ചെലവ്, അയാളുടെ വ്യക്തിഗത ലഗേജുകൾ കൊണ്ടുപോകാൻ ആവശ്യമായ യഥാർത്ഥ ചെലവ് എന്നിവയാണ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ ഉൾപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു ജീവനക്കാരന് യാത്ര ചെയ്യുന്നതിനുള്ള യഥാർത്ഥ ചിലവും അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത ലഗേജുകൾ കൊണ്ടുപോകാൻ ആവശ്യമായ യഥാർത്ഥ ചിലവും ഉൾപ്പെടുന്നതാണ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ്. ഇതിൽ ഫെറി കോസ്റ്റ്, ചാർജസ് ഫോർ ഫെറി ആൻഡ് അതർ ടോൾസ് ഉൾപ്പെടും. അതായത് കടത്തുകൂലിയും ടോളും ഉൾപ്പെടെയാണ് ഈ അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ് കണ്ടുപിടിക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് ഉണ്ട്. അതേതാണെന്ന് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ചാർജസ് ഫോർ ഹോട്ടൽ, ട്രാവലേഴ്സ് ബംഗ്ലാവ്സ് ഓർ റിഫ്രഷ്മെൻറ്റ് ഓർ ഫോർ ദ ക്യാരേജ് ഓഫ് സ്റ്റോർസ് ഓർ കൺവെയൻസ് ഓർ ഫോർ പ്രസൻറ്റ് ടു കോച്ച്മാൻ ആൻഡ് ലൈക്ക് ഓർ എനി അലവൻസ് ഫോർ സച്ച് ഇൻസിഡൻഷ്യൽ ലോസസ് ഓർ എക്സ്പെൻസസ് ആസ് ദ ബ്രേക്കേജ് ഓഫ് ക്രോക്കറി, വെയർ ആൻഡ് ടെയർ ഓഫ് ഫർണിച്ചർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് സെർവൻസ്. അപ്പോൾ ഇതിനകത്ത് ആ ജീവനക്കാരൻ താമസിച്ച ഹോട്ടലോ യാത്രീനിവാസ്, ഭക്ഷണപാനീയങ്ങൾ, ഉപകരണങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെടുന്ന ചിലവുകളൊന്നും ഈ ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ വരികയില്ല. അപ്പോൾ ഓർക്കുക, ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ അദ്ദേഹം താമസിച്ച ഹോട്ടൽ, യാത്രീനിവാസ്, ഭക്ഷണപാനീയങ്ങൾ, ഉപകരണങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെടുന്ന ചിലവുകളൊന്നും ഉൾപ്പെടുകയില്ല. പിന്നെ എന്താണ് ഉൾപ്പെടുന്നത്? അദ്ദേഹത്തിന് ലഗേജുകൾ കൊണ്ടുപോയപ്പോൾ കടത്തുകൂലി, ഇതിലാണ് പോകുന്നത്, ബോട്ടിൽ കയറി പോകുന്നവർ, വള്ളത്തിൽ കയറി പോകുന്നവരാണ് അതിനുള്ള കടത്തുകൂലി അല്ലെങ്കിൽ ടോൾ എന്നിവ നൽകും. പക്ഷേ ഈ പറഞ്ഞ ഹോട്ടലോ ഭക്ഷണപാനീയങ്ങൾക്ക് ചിലവാക്കുന്ന പൈസയോ അല്ലെങ്കിൽ ഉപകരണങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾക്കുണ്ടാകുന്ന ചിലവുകളോ ഒന്നും ഈ ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ വരികയില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം. അപ്രൻറ്റീസ്. അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാൽ, അപ്രൻറ്റീസ് മീൻസ് എ പേഴ്സൺ ഡെപ്യൂട്ടഡ് ഫോർ എ ട്രെയിനിങ് വിത്ത് എ വ്യൂ ടു എംപ്ലോയ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സർവീസ് who draws pay at monthly rates from government during such training, but it is not employed in or against a substantive vacancy in the cadre of a department. അതായത് സർക്കാർ സർവീസിലെ ഒരു ജോലിക്ക് വേണ്ടി പരിശീലനത്തിനായി നിയോഗിക്കപ്പെടുന്ന ആളാണ്. അപ്രൻറ്റീസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പരിശീലനം നേടുന്ന ആളെന്നാണ്. അപ്പോൾ സർക്കാർ സർവീസിലെ ജോലിക്ക് വേണ്ടി ഒരു ട്രെയിനിങ്ങിനായി നിയോഗിക്കപ്പെടുന്ന ആളിനെയാണ് നമ്മൾ അപ്രൻറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാവിയിൽ ഒരു സർക്കാർ ഉദ്യോഗത്തിൽ നിയമിക്കുക എന്ന ലക്ഷ്യത്തോടെ പരിശീലനത്തിന് നിയമിക്കപ്പെടുന്ന ആളിനെ നമ്മൾ അപ്രൻറ്റീസ് എന്ന് പറയുന്നു. ഈ പരിശീലന കാലത്ത് മാസവേതന ക്രമത്തിൽ അപ്രൻറ്റീസിന് ശമ്പളം ലഭിക്കും. ഇതാണ് അവിടെ പറയുന്നത്. ഹൂ ഡ്രോസ് പേ അറ്റ് മന്ത്ലി റേറ്റ്സ് ഫ്രം ഗവൺമെൻറ് ഡ്യൂറിങ് സച്ച് ട്രെയിനിങ്. അതായത് മാസവേതന ക്രമത്തിൽ അപ്രൻറ്റീസിന് ശമ്പളം ലഭിക്കും. ബട്ട് ഈസ് നോട്ട് എംപ്ലോയ്ഡ് ഇൻ ഓർ എഗെയിൻസ്റ്റ് എ സബ്സ്റ്റാൻറ്റീവ് വേക്കൻസി ഇൻ ദ കേഡർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ഒരു വകുപ്പിലെ സ്ഥിരം ഒഴിവിൽ അയാൾ നിയമിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഓർക്കുക,
ഒരു വകുപ്പിലെ സ്ഥിരം ഒഴിവിൽ അയാൾ നിയമിക്കപ്പെട്ടിട്ടുള്ളതല്ല. അപ്പോൾ അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസിലെ ജോലിക്ക് വേണ്ടി പരിശീലനത്തിനായി നിയോഗിക്കപ്പെടുന്ന ആളാണ് അപ്രൻറ്റീസ്. അപ്രൻറ്റീസ് മീൻസ് എ പേഴ്സൺ ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ് with a view to employment in government service. Next, number 3, audit officer. The head of the Office of Accounts and Audit subordinate to the Controller and Auditor General of India, whether designated as Controller or Accountant General by any other designation. അക്കൗണ്ട്സിനും ഓഡിറ്റിനും വേണ്ടിയുള്ള ഓഫീസിൻ്റെ തലവനാണ് ഓഡിറ്റ് ഓഫീസർ. അക്കൗണ്ട്സിനും ഓഡിറ്റിനും വേണ്ടിയുള്ള ഓഫീസിൻ്റെ തലവനാണ് ഓഡിറ്റ് ഓഫീസർ. ഇദ്ദേഹം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ താഴെയായിട്ടാണ് ജോലി ചെയ്യുന്നത്. കൺട്രോളർ എന്നോ അക്കൗണ്ടൻറ്റ് ജനറൽ എന്നോ മറ്റേതെങ്കിലും പേരിലോ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഓർക്കുക, അക്കൗണ്ട്സിനും ഓഡിറ്റിനും വേണ്ടിയുള്ള ഓഫീസിൻ്റെ തലവനാണ് ഓഡിറ്റ് ഓഫീസർ. അടുത്തത് 3A എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നാലാമത്തത് കേഡറാണ്. കേഡർ മീൻസ് ദ സ്ട്രെങ്ത് ഓഫ് എ സർവീസ് ഓർ എ പാർട്ട് ഓഫ് സർവീസ് സാങ്ഷൻഡ് ആസ് എ സെപ്പറേറ്റ് യൂണിറ്റ്. ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ ഉപവിഭാഗത്തെയാണ് കേഡർ എന്ന് പറയുന്നത്. നമ്മൾ ഗസറ്റഡ് ഓഫീസ്, നോൺ ഗസറ്റഡ്, എക്സിക്യൂട്ടീവ്, മിനിസ്റ്റീരിയൽ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതാണ് കേഡർ എന്ന് അർത്ഥമാക്കുന്നത്. കേഡർ എന്ന് പറഞ്ഞാൽ സേവനത്തുറയിലെ ഒരു വിഭാഗത്തെയോ ഉപവിഭാഗത്തെയാണ് കേഡർ എന്ന് പറയുന്നത്. അഞ്ചാമത്തത് കോമ്പൻസേറ്ററി അലവൻസ്. ഇറ്റ് മീൻസ് ആൻ അലവൻസ് ഗ്രാൻറ്റഡ് ടു മീറ്റ് personal expenditure necessitated by the special circumstances in which duty is performed. It includes TA, travelling allowance. ഇപ്പോൾ കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൃത്യനിർവഹണത്തിനായി ഒരു ജീവനക്കാരൻ ചിലവുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചിലവുകൾ നികത്തി കൊടുക്കുന്നതിനുള്ള അലവൻസ് അല്ലെങ്കിൽ ബത്തയാണ് നമ്മൾ കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൃത്യനിർവഹണത്തിനായി ഒരു ജീവനക്കാരനുണ്ടാകുന്ന ചിലവുകൾ നികത്തി കൊടുക്കുന്നതിനുള്ള അലവൻസ്. ഇതിനകത്ത് ട്രാവലിംഗ് അലവൻസ് ഉൾപ്പെടും, TA ഉൾപ്പെടും. അടുത്തത് 5A ആണ്, കോമ്പിറ്റൻറ്റ് അതോറിറ്റി. Competent authority means the authority to which such power has been delegated, and where no such specific delegation has been made, the competent authority is, unless otherwise stated, the authority in whom the power to appoint such officer has been or is vested from the time to time by the state government. കോമ്പിറ്റൻറ്റ്, കോമ്പിറ്റൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് അർഹതയുള്ള അധികാരിയാണ്. ഇപ്പോൾ ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആവശ്യമായ അധികാരങ്ങൾ നിയമപരമായി അനുവദിച്ചു കൊടുത്തിട്ടുള്ള അധികാരിയെയാണ്. അങ്ങനെ പ്രത്യേക അധികാരങ്ങൾ കൊടുത്തിട്ടില്ലാത്ത സന്ദർഭമാണെങ്കിൽ, മറ്റു തരത്തിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ആരാണോ നിയമിച്ചത് നിയമനാധികാരി, ആ നിയമനാധികാരി തന്നെയായിരിക്കും കോമ്പിറ്റൻറ്റ് അതോറിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഡേ, ദിവസം. ഡേ എന്ന് പറയുന്നത് എ കാലണ്ടർ ഡേ ആണ്. മീൻസ് എ കാലണ്ടർ ഡേ ബിഗിനിങ് ആൻഡ് എൻഡിങ് അറ്റ് മിഡ് നൈറ്റ് ബട്ട് ആൻ ആബ്സെൻസ് ഫ്രം headquarters which does not exceed 24 hours shall be reckoned for all purpose as one day, at whatever hours the absence begins or ends. അതായത് ഒരു അർദ്ധരാത്രി ആരംഭിച്ച് അടുത്ത അർദ്ധരാത്രി അവസാനിക്കുന്ന കാലയളവല്ലേ നമ്മൾ ഒരു ദിവസമായി കണക്കാക്കുന്നത്. എന്നാൽ ഒരു ജീവനക്കാരൻ തൻ്റെ ആസ്ഥാനത്ത് നിന്നും 24 മണിക്കൂറിൽ കവിയാതെയുള്ള സമയം മാറി നിന്നാൽ ആ അസാന്നിധ്യം, അപ്പോൾ അവിടെ അസാന്നിധ്യം ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്ന സമയം പരിഗണിക്കാതെ തന്നെ ആ കാലയളവും ഒരു ദിവസമായി കണക്കാക്കും. ഒന്നുകൂടെ പറയാം. ഒരു ജീവനക്കാരൻ തൻ്റെ ആസ്ഥാനത്ത് നിന്നും 24 മണിക്കൂറിൽ
കവിയാതെയുള്ള സമയം മാറി നിന്നാൽ അസാന്നിധ്യം ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്ന സമയം പരിഗണിക്കാതെ തന്നെ ആ കാലയളവും ഒരു ദിവസമായി കണക്കാക്കും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇന്ന് അടുത്തതിലേക്ക് കിടക്കാം. നമ്പർ 7, ഡ്യൂട്ടി. എല്ലാവർക്കും അറിയാമായിരിക്കും ഡ്യൂട്ടി അല്ലേ? പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഡ്യൂട്ടി ഇൻക്ലൂഡ് സർവീസ് ആസ് എ പ്രൊബേഷണർ ഓർ അപ്രൻറ്റീസ് പ്രൊവൈഡഡ് ദാറ്റ് സച്ച് സർവീസ് ഈസ് ഫോളോഡ് ബൈ കൺഫർമേഷൻ. അതായത് പ്രൊബേഷണറായോ അപ്രൻറ്റീസായോ ഉള്ള സേവനകാലം. അത് പറയുന്നത് ഈ കാലയളവ് കഴിഞ്ഞാൽ ഉടനെ ജോലിയിൽ സ്ഥിരപ്പെടുത്തുന്ന പക്ഷമാണ് അത് ഡ്യൂട്ടിയെ നമ്മൾ കണക്കാക്കുന്നത്. ഒന്നുകൂടെ പറയാം. സർവീസ് ആസ് എ പ്രൊബേഷണർ ഓർ അപ്രൻറ്റീസ് പ്രൊവൈഡഡ് ദാറ്റ് സച്ച് സർവീസ് ഈസ് ഫോളോഡ് ബൈ കൺഫർമേഷൻ. പ്രൊബേഷണറായോ അപ്രൻറ്റീസായോ ഉള്ള സേവനകാലം അവരാ ചെയ്തിരുന്ന ആ കാലഘട്ടം കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലിയിൽ സ്ഥിരപ്പെടുത്തുന്ന പക്ഷം അത് ഡ്യൂട്ടിയായി പരിഗണിക്കും. അടുത്തത് ജോയിനിങ് ടൈം, പ്രവേശനകാലം. അടുത്തത് എ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഓർ ട്രെയിനിങ് വിച്ച് ആൻ ഓഫീസർ അണ്ടർഗോ സ്പെഷ്യലി ഓർഡർഡ് ബൈ ഗവൺമെൻറ് ടു ബി ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി. അതായത് ഡ്യൂട്ടിയായി പരിഗണിക്കുമെന്ന് ഗവൺമെൻറ് പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുള്ള ട്രെയിനിങ് പീരീഡും നമുക്ക് ഡ്യൂട്ടിയായി കണക്കാക്കും. ഇതിനകത്ത് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട് 1 അത് പറഞ്ഞിരിക്കുന്ന ഇതാണ്: എ സ്റ്റുഡൻറ്റ് സ്റ്റൈപ്പൻഡറി ഓർ അതർവൈസ് ഹൂ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി appointed to the service of government on passing through a course of training at a university, college or school shall, unless in case it be otherwise expressly provided in the terms of his appointment, be treated as on duty during the interval between the satisfactory completion of the course and his assumption of duties. അതായത് സ്റ്റൈപ്പൻഡ് കിട്ടിയിട്ട് ചെയ്യുന്നതുണ്ടല്ലോ, സ്റ്റൈപ്പൻഡോട് കൂടിയോ അല്ലാതെയോ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ സ്കൂളിലോ ഒക്കെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാകുന്നതോടുകൂടി സർക്കാർ സർവീസിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ അർഹത നേടിയിരിക്കുകയും ആ അപ്പോയിൻറ്റിങ് ഓർഡറിൽ വ്യക്തമായ നിരോധന നിർദ്ദേശങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ ട്രെയിനിങ് പീരീഡ് തൃപ്തിയായി പൂർത്തീകരിക്കുന്നത് മുതൽ ഈ ഔദ്യോഗികമായിട്ടുള്ള ചുമതല ഏറ്റെടുക്കുന്നത് വരെയുള്ള കാലയളവിൽ ഡ്യൂട്ടിയിലുള്ളതായി പരിഗണിക്കപ്പെടും. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. ധനസഹായത്തോടു കൂടി സ്റ്റൈപ്പൻഡോടു കൂടിയോ അല്ലെങ്കിൽ അല്ലാതെയോ ഒരു യൂണിവേഴ്സിറ്റിയിലോ സ്കൂളിലോ ഒക്കെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കുന്നതോടുകൂടി സർക്കാരിൻ്റെ സർവീസിൽ നിയമിക്കപ്പെടാൻ അർഹത നേടുകയും ആ അപ്പോയിൻറ്റിങ് ഓർഡറിൽ വ്യക്തമായ നിരോധന നിർദ്ദേശങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അയാളുടെ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് അത് തൃപ്തികരമായി പൂർത്തിയാക്കുന്നത് മുതൽ ഔദ്യോഗിക ചുമതല ഏറ്റെടുക്കുന്നത് വരെയുള്ള കാലയളവിൽ ഡ്യൂട്ടിയിലുള്ളതായി പരിഗണിക്കപ്പെടും. നോട്ട് നമ്പർ 2, an officer required or permitted to attend an obligatory departmental examination may be treated as on duty during the day or days of the examination and during the reasonable time required for the journey, if any, to and from the place of examination. അതായത് ജയിക്കാൻ ബാധ്യതയുള്ള ചില വകുപ്പ് തല പരീക്ഷകളുണ്ട്. അപ്പോൾ അത് എഴുതുന്നതിനോ അല്ലെ എഴുതാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളതോ ആയ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പരീക്ഷ എഴുതുന്ന ദിവസവും, ഇപ്പോൾ ഒരു ദിവസമാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദിവസങ്ങളുണ്ടെങ്കിൽ അതോ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് അദ്ദേഹത്തിന് തിരിച്ച് യാത്ര വരുന്നതിനും ഉള്ള സമയമുണ്ടല്ലോ, ആ യാത്ര ചെയ്യുന്നതിന് വേണ്ടുന്ന സമയവും ഡ്യൂട്ടിയായി കരുതേണ്ടതാണ്. ഇനി അതിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ദ ടേം ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ മീൻസ്, എന്തൊക്കെയാണ് ജയിക്കാൻ ബാധ്യതയുള്ള വകുപ്പ് തല പരീക്ഷകളെ സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, any test a pass in which is prescribed for the successful completion of probation
or training of an officer whether recruited direct or by transfer. അതായത് നേരിട്ടോ അല്ലെങ്കിൽ തസ്തിക മാറ്റം വഴിയോ നിയമിക്കപ്പെട്ട ഒരു ജീവനക്കാരൻ്റെ പ്രൊബേഷനോ അല്ലെങ്കിൽ പരിശീലനമോ വിജയകരമായി പൂർത്തിയാക്കുന്നതിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പരീക്ഷ. രണ്ടാമത്തത്, എനി ടെസ്റ്റ് എ പാസ് ഇൻ വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് ആൻ ഓഫീസർ എലിജിബിൾ ഫോർ ഇൻക്രിമെൻറ്റ് ഓർ ഫോർ കൺഫർമേഷൻ ഇൻ എനി പോസ്റ്റ്. അതായത് അവരുടെ സാലറിയിൽ ഉണ്ടാകുന്ന പീരിയോഡിക്കൽ ഇൻക്രിമെൻറ്റിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തസ്തികയിൽ സ്ഥിരപ്പെടുത്തുന്നതിനോ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷ. 3. എനി ടെസ്റ്റ് എ പാസ് ഇൻ വിച്ച് പ്രിസ്ക്രൈബ്ഡ് ഫോർ പ്രൊമോഷൻ ടു എനി ഹയർ പോസ്റ്റ് കമ്മിങ് ഇൻ ദ ലൈൻ ഓഫ് പ്രൊമോഷൻ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺഡ്. ബന്ധപ്പെട്ട വകുപ്പിലെ പ്രൊമോഷൻ പരമ്പരയിൽ പെട്ട ഏതെങ്കിലും ഉയർന്ന തസ്തികയിലേക്കുള്ള ഉദ്യോഗക്കയറ്റത്തിനായി നിർണയിച്ചിട്ടുള്ള പരീക്ഷ. ഉയർന്ന തസ്തികയിലേക്കുള്ള ഉദ്യോഗക്കയറ്റത്തിനായി നിർണയിക്കപ്പെട്ടുള്ള പരീക്ഷയും ഇതിലുൾപ്പെടും. 4. എനി ടെസ്റ്റ് എ പാസ് ഇൻ വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ആസ് എ ക്വാളിഫിക്കേഷൻ ഫോർ കണ്ടിന്യൂവൻസ് ഇൻ ദ പോസ്റ്റ്. ആ തസ്തികയിൽ തുടരുന്നതിനുള്ള യോഗ്യതയായി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ ആ പോസ്റ്റിൽ തുടരണമെങ്കിൽ ആ എക്സാം പാസ്സായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതും ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിനകത്ത് ഉൾപ്പെടുന്നതായിരിക്കും. 5. എനി ടെസ്റ്റ് എ പാസ് ഇൻ വിച്ച് ഈസ് ന്യൂലി പ്രിസ്ക്രൈബ്ഡ് ഫോർ പേഴ്സൺസ് ഓൾറെഡി ഇൻ ദ സർവീസ് കൺസേൺഡ്. നിലവിൽ സർക്കാർ സർവീസിലുള്ള വ്യക്തിയായിരിക്കും ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പുതിയതായി ഏർപ്പെടുത്തുന്ന ഏതെങ്കിലും പരീക്ഷ. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോട്ട് 3 ആണ്. ദ പീരീഡ് സ്പെൻറ്റ് ഓൺ ട്രെയിനിങ് ബൈ ഓഫീസേഴ്സ് ഹു ആർ ദ റിസർവിസ്റ്റ് ഓഫ് ദ ഡിഫൻസ് forces and the period of their journey to and from the training center may be treated as duty. പ്രതിരോധ സേനയിലെ സേനാംഗങ്ങളുണ്ട്. അവർക്ക് അവരുടെ ട്രെയിനിങ്ങിനായി ചെലവഴിച്ച കാലയളവും അവരുടെ ട്രെയിനിങ് കേന്ദ്രത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്കായി ചെലവഴിച്ച കാലയളവും ഡ്യൂട്ടിയായി കണക്കാക്കും. അടുത്തതൊരു റൂളിംഗ് ആണ്. റൂളിങ്ങിൽ പറയുന്നത് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഈ നമ്മുടെ ഗവൺമെൻറ് ജോലി സർവൻസിനെ പഠന പര്യടനത്തിനോ പരിശീലനത്തിനോ നിയോഗിക്കപ്പെടുമ്പോൾ ആ കാലയളവ് എന്തായി പരിഗണിക്കും? ഡ്യൂട്ടിയായി പരിഗണിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം വ്യക്തമായി അങ്ങനെ നിയോഗിക്കപ്പെടുന്ന ഉത്തരവിൽ തന്നെ ചേർക്കേണ്ടതാണ്. എന്നാൽ ഈ കാലയളവ്, ഈ പരിശീലനത്തിന് പോയ ഈ കാലയളവ് അല്ലെ പഠന പര്യടനത്തിന് പോയ ഈ കാലയളവ് ഇൻക്രിമെൻറ്റ്, അവധി, പെൻഷൻ എന്നിവയ്ക്ക് വേണ്ടി പരിഗണിക്കപ്പെടും എന്ന് ഓർക്കുക. ഇതിന് ഇൻക്രിമെൻറ്റ് കിട്ടും, അവധി കിട്ടും, പെൻഷൻ എന്നിവയ്ക്ക് വേണ്ടി പരിഗണിക്കപ്പെടുന്നതാണ്. ഇനി പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വൈദ്യ പരിശോധനയിലോ മറ്റു വിധത്തിലോ അയോഗ്യനാണ് എന്ന് തെളിഞ്ഞാൽ അങ്ങനെയുള്ള വൈദ്യ പരിശോധനയ്ക്കും മറ്റുമായി അയാൾ ഇന്ത്യയിൽ നടത്തിയ യാത്ര അവധിയായി പരിഗണിക്കുന്നതാണ്. പക്ഷേ ഇത്തരം കേസുകളിൽ യാത്രപ്പടി അനുവദനീയമല്ല. Note number 4. When a government servant on return from leave, training, foreign service or on termination of previous appointment has compulsorily to wait for orders of posting, the interval between the date of report and the date on which he takes charge of his duty shall be treated as duty. ഒരു ജീവനക്കാരൻ അയാളുടെ ലീവ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഫോറിൻ സർവീസ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥം അവസാനിപ്പിച്ച് ടെർമിനേഷൻ കഴിഞ്ഞോ വരുമ്പോൾ പുതിയ നിയമന ഉത്തരവിനായി കാത്തിരിക്കേണ്ടി വരുമല്ലോ.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തിരികെ ഹാജരാകുന്ന തീയതി മുതൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നത് വരെയുള്ള കാലയളവ് ഡ്യൂട്ടിയായിട്ട് പരിഗണിക്കും. എന്നാൽ തിരികെ ഹാജരാകുന്ന തീയതി മുതൽ പുതിയ ചുമതലയിൽ പ്രവേശിക്കുന്നത് വരെയുള്ള കാലയളവ് ഒരു കാരണവശാലും അനുവദനീയമായ പ്രവേശന കാലത്തിൽ കവിയാൻ പാടുള്ളതല്ല. നോട്ട് നമ്പർ 6. When a government servant is deputed by government to participate in a civil service tournament as a member of the team or to participate in the coaching camps organized in connection thereof, the period spent for the participation in such tournament taken for and journeys will be treated as duty. അതായത് സിവിൽ സർവീസ് ടൂർണമെൻ്റ് അംഗമായോ ഇത് സംബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാനായോ ഒരു സർക്കാർ ജീവനക്കാരനെ നിയോഗിക്കപ്പെടുമ്പോൾ അങ്ങനെ പങ്കെടുക്കാനുള്ള സമയം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള സമയം എല്ലാം ഡ്യൂട്ടിയായി പരിഗണിക്കും. സിവിൽ സർവീസ് ടൂർണമെൻറ്റിൽ അംഗമായിട്ട് പോവുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാനായോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിയോഗിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള സമയവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള സമയവും എല്ലാം ഡ്യൂട്ടിയായി പരിഗണിക്കും. അതിലൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ദ ടേം സിവിൽ സർവീസ് ടൂർണമെൻറ്റ് ഷാൽ മീൻ ഇന്ത്യ സിവിൽ സർവീസ് ടൂർണമെൻറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ the Central Civil Service Sports Control Board, B. State governments on behalf of the above board, and C. Sports Council or associates authorized by the state government. അതായത് സെൻട്രൽ സിവിൽ സർവീസ് ടൂർണമെൻറ്റ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. സിവിൽ സർവീസ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമയവും പങ്കെടുക്കാനുള്ള സമയമാണ് ഡ്യൂട്ടിയായി പരിഗണിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സിവിൽ സർവീസ് ടൂർണമെൻ്റ് എന്ന് വിശദമാക്കിയാൽ സെൻട്രൽ സിവിൽ സർവീസ് സ്പോർട്സ് കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ ഈ ബോർഡിന് വേണ്ടി സംസ്ഥാന സർക്കാരുകൾ, സി സെൻട്രൽ സിവിൽ സർവീസ് സ്പോർട്സ് കൺട്രോൾ ബോർഡിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തുന്ന സ്പോർട്സ് കൗൺസിലുകളോ സംഘടനകളോ സംഘടിപ്പിക്കുന്ന ഇന്ത്യ സിവിൽ സർവീസ് ടൂർണമെൻറ്റുകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.